അങ്ങനെ ദീപാവലിയായിട്ട് ഞാനും ഹസ്ബൻഡും കൂടി എൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ മാവേലിക്കരയിൽ. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ആദ്യത്തെ ദീപാവലിയാണ്. മാത്രമല്ല ഹസ്ബൻഡ് ഗുജറാത്തി ആയതുകൊണ്ട് തന്നെ ഇത് അവർക്ക് ഒരുപാട് ആഘോഷമാണല്ലോ. അപ്പോൾ നല്ല രീതിക്ക് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴയിൽ താമസിക്കുന്ന വീടിൻ്റെ അവിടെ വെച്ച് പടക്കം പൊട്ടിക്കലൊന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം, അവിടെ വെച്ച് ഇഷ്ടംപോലെ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യാം. മാത്രമല്ല ഞങ്ങൾക്ക് കുറച്ച് പടക്കം മേടിക്കാനും ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല റേറ്റ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തെങ്കാശി വരെ പോയിട്ട് കുറച്ച് പടക്കമൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരാമെന്ന്. മാത്രമല്ല ഞങ്ങൾ ബൈക്ക് മേടിച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടൊരു ട്രിപ്പും കൂടി അങ്ങ് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അപ്പം വെൽക്കം ടു ദി വ്ളോഗ്. അപ്പം നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി കേട്ടോ. അമ്മയാണെങ്കിൽ ഡ്രോയിങ് കുട്ടികൾ വന്നിട്ടുണ്ട്, അവരെ പഠിപ്പിക്കുകയാണ്. അപ്പം ബൈക്ക് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നീക്കി വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട്, അപ്പോൾ കുട്ടികളെല്ലാം കൂടി ഇനെത്തി നോക്കുന്നുണ്ട്, അവരുടെ മുന്നിൽ വെച്ച് ഷോ ഇറക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് റോഡിൽ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ വണ്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ യാത്ര അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കറ്റാനം, അടൂർ, തെന്മല വഴിയാണ് കേട്ടോ. അപ്പം മാവേലിക്കരയിൽ നിന്ന് ഏകദേശം ഒരു 119 കിലോമീറ്ററേ ഉള്ളൂ തെങ്കാശിയിലേക്ക്. സൺഡേ ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ആദ്യമായിട്ട് വണ്ടി എടുത്തിട്ടൊരു ട്രിപ്പ് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പുള്ളിക്കാരനും എനിക്കും ഉണ്ട്. അതായത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ അല്ലറ ചില്ലറ സ്കൂൾ ട്രിപ്പൊക്കെ പോയിട്ടുള്ളൂ, അല്ലാണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ടൊന്നും അങ്ങനെ അധികം ട്രിപ്പൊന്നും പോയിട്ടില്ല. അപ്പം കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള അവസരമൊക്കെ എനിക്ക് കിട്ടുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നെപ്പോലെ ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമുള്ള ഒരാളെ ആയിരിക്കണേ എനിക്ക് കിട്ടുന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തായാലും അതുപോലെ തന്നെ എൻ്റെ ഒരേ മൈൻഡുള്ള ഒരാളെ തന്നെയാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഞാനിപ്പോൾ എവിടെയായിട്ടില്ലും ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ പുള്ളിക്കാരന് ഭയങ്കര എക്സൈറ്റഡ്. ഓക്കെ നമുക്ക് പോവാം എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ തെന്മല എത്തിയിട്ടുണ്ട്. ഇതുവഴി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് ഒരറിവുമില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ആർച്ച് ബ്രിഡ്ജ് മുമ്പ് ഞാൻ ഈ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങ് വിട്ടുപോയി കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പാലരുവി വെള്ളച്ചാട്ടം റൈറ്റ് സൈഡിൽ കണ്ടത്. 100 മീറ്റർ മുന്നോട്ട് പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ് കേട്ടോ ഇതിനകത്തോട്ട് കയറാനായിട്ട്. അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് ഉള്ളിലേക്ക്. കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു റൈറ്റ് സൈഡിലായിട്ടൊരു പാർക്കിംഗ് പ്ലേസ് ഉണ്ട്. അപ്പം നമ്മുടെ വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ മുഴുവൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺട്രോളിലാണ് കേട്ടോ. അപ്പോൾ അവരുടെ തന്നെ ബസ്സുണ്ട്, അതിൽ കയറിയിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകേണ്ടത്. അപ്പം നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. സൺഡേ ആയിട്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. അതെന്താണെന്നറിയില്ല, മഴയൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നിരിക്കും. പുറമേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ബസ് വരാനായിട്ടുള്ള കാത്തുനിൽപ്പാണ് കേട്ടോ. അപ്പം 3-4 ബസ്സുണ്ട്. 2 ബസ് മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ ഒരു ബസ് മേലോട്ട് പോയി. അപ്പം ഞങ്ങൾ താഴെ ഇറങ്ങി നമ്മുടെ ഈ ഗ്രീൻ ഷെഡില്ലേ അവിടെ പോയി നിൽക്കണം. അപ്പോൾ ഇതാ ഞങ്ങളുടെ ബസ് വന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ കയറിയിട്ട് മുകളിലോട്ട് പോകാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഈ ബസ് നിറയുന്നിടം വരെ ഒരാളെ കയറ്റും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് അടുത്ത ബസ് വരുമ്പോഴേ അതിൽ കയറിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല ഷേക്കിംഗ് ആയിരുന്നു കേട്ടോ മുന്നോട്ട് പോകുമ്പോൾ. ഞാൻ ഈ സൈഡിലെ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയിട്ട് എൻ്റെ ഫോൺ കിടന്ന് വിറയ്ക്കായിരുന്നു. പിന്നെ ഞാനങ്ങ് നിർത്തി വെച്ച് കേട്ടോ. അങ്ങനെ നമ്മൾ കുലുങ്ങി എന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഒരു ടീ ഷോപ്പാണ്. അപ്പം ഇവിടെ കുറേ കുരങ്ങന്മാരിരിപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബസ് ഇവിടെ വന്ന് നമ്മളെ ആളെ ഇറക്കിയിട്ട് ഇനി ആ ബസ് തിരിച്ചു പോകുമ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കൂട്ടിയിട്ടാണ് താഴേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവരാരും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മളെവിടെയും ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയാൽ ഇതുപോലെ കുരങ്ങന്മാർ വന്ന് നമ്മളെ ശല്യം ചെയ്യുമല്ലോ. ഇത് എപ്പോഴും ആ ടീ ഷോപ്പിലോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. നമ്മളടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് പോലും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. പാവം പിടിച്ച കുറേ കുരങ്ങന്മാരായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നടന്നൊരു 200 മീറ്റർ നടന്നാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തും. ഈ റൈറ്റ് സൈഡിലൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി പോവാണ്, നല്ല ചെവി പൊട്ടുന്ന സൗണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ സൈഡിൽ കൂടെ നടന്ന് വെള്ളോട്ടേക്ക് പോവാണ്. കാടല്ലേ, മറ്റു മൃഗങ്ങളും എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കിയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ കുരങ്ങന്മാരെ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ താഴേക്ക് നോക്കുന്നുണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നന്നായിട്ട് ഒരു വ്യൂ കാണാനായിട്ട് പറ്റും. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കേട്ടോ.
അപ്പം ഞങ്ങൾക്ക് തെങ്കാശിയിൽ പോകേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ കുളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഇറങ്ങി വെള്ളത്തിൽ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കണ്ടിട്ട് ഇറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ കുളിക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന സ്റ്റെപ്പിൽ കൂടെ നമുക്ക് മേലോട്ട് പോകാനും പറ്റും. അപ്പോൾ ഞങ്ങൾ അതുവഴി കയറി മേളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് അപ്പോൾ താഴേക്ക് നോക്കിയാൽ നമുക്ക് നല്ലൊരു ഭീകരത തോന്നും. അപ്പം കുറേ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എറിച്ചിലടിച്ച് നമ്മളടുത്തേക്ക് വരുന്നുണ്ട്. കുറച്ച് നേരം നിന്നാൽ തന്നെ നമ്മൾ ചെറുതായിട്ട് നനയും കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുമായിരുന്നു, ചെറിയ കാറ്റൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ നിന്ന് കാണാൻ പറ്റിയത്. ഒരു 10-20 മിനിറ്റോളം ഞങ്ങൾ ആ മേളിൽ തന്നെ നിന്ന് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ താഴെ വന്നിട്ട് അവിടെ നിന്ന് ചായയും സ്നാക്കും കഴിച്ചായിരുന്നു. എന്നിട്ട് അടുത്ത ബസ്സിൽ താഴേക്ക് നമുക്ക് പോകണം. അപ്പോൾ ഈ ക്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ ബസ്സിൽ കയറേണ്ടത്. അതിൽ സീറ്റ് നിറയുന്നിടം വരെ ആളെ കയറ്റും. അപ്പോൾ ആ ബസ് പോയി ഞങ്ങൾക്ക് അതിൽ കയറാനായിട്ട് പറ്റിയില്ല, ഞങ്ങൾ പുറകിലായിരുന്നു. അപ്പോൾ നടന്ന് ഞങ്ങൾ ആ ക്യൂവിന് മുന്നിലായിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ട് നമുക്ക് താഴേക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. ഒരു വണ്ടി ട്രിപ്പൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾക്ക് അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം എന്തായാലും അവിടെ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ പോകുള്ളൂ ഞങ്ങൾ ഇപ്പോഴേ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും കുലുങ്ങി താഴേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്കിംഗ് പ്ലേസിൽ നിന്ന് എടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഞങ്ങളൊരു 4 മണി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തെങ്കാശിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അധികം ടൈമില്ല, അധികം സ്ഥലമൊന്നും കാണാൻ പറ്റത്തില്ലെങ്കിലും പറ്റാവുന്നത്ര സ്ഥലം കണ്ടിട്ട് തിരിച്ച് പോകാമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് കേട്ടോ. ഇവിടെ മഴയൊന്നുമില്ല, എന്നാൽ മഴമേഘങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഴ പെയ്തായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ വരുന്ന വഴിക്ക് നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങളിവിടെ നിർത്തി കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. ഇത് മാത്രമല്ല, ഒരുപാട് സ്പോട്ടുകൾ കണ്ടു. എന്നാലും ഇവിടെ കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദീപാവലി അല്ലേ, അടുത്ത് നിന്ന് ആൾക്കാരൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന ദൗത്യം ആദ്യം നിറവേറ്റട്ടെ. അപ്പോൾ നല്ലൊരു പടക്കക്കട കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഓരോ പടക്കത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, 50 ഷോട്ട് 40 ഷോട്ട് എന്നൊക്കെ. വലിയ ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പല ബോക്സിനും 1500 750 ഇങ്ങനെയൊക്കെ വിലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടത്തിനുള്ള പടക്കമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ അധികം സ്ഥലമൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. അടുത്ത തവണ വരുമ്പോൾ എന്തായാലും നല്ല രീതിക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണണം. അപ്പോൾ എന്തായാലും നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.